ഇനി താമസിപ്പിക്കുന്നത് എന്തിനാ? എല്ലാവരോടും പറഞ്ഞൂടെ? നിർവികാരതയോടെ അത് പറഞ്ഞുകൊണ്ട് ജെറി ജനലയ്ക്കപ്പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഞങ്ങൾക്ക് മുന്നിലേക്ക് ആ ആവശ്യം പറഞ്ഞു വരുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. അത് കേട്ടതോടെ ജെറി വീണ്ടും ആക്റ്റീവായി. ആരെതിർത്തു? ഞാൻ തന്നെ, അല്ലാതാരാ? അതെന്താ? അതെന്താന്ന് ചോദിച്ചാ, അപ്പന്മാരുടെ ബന്ധം നിലനിൽക്കാൻ വേണ്ടി നടത്തേണ്ട ഒന്നല്ലല്ലോ വിവാഹം. അതില്ലാതെയും സ്നേഹം നിലനിൽക്കും. ഓ എൻ്റെ ടീനൂച്ചി എന്ന് പറഞ്ഞ് അവൻ ടീനയുടെ കവളിൽ അമർത്തി ഉമ്മവച്ചു. ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കാര്യം എന്താടാ? എന്നെ ഇഷ്ടമല്ലേ നിനക്ക്? അതല്ല ചേച്ചി, നിങ്ങളുടെ ഈ സൗഹൃദം കണ്ടാൽ ഞാൻ വളർന്നത്. ആ സൗഹൃദത്തിൽ എല്ലാം ഉണ്ട്. പരിശുദ്ധ സ്നേഹം, ദേഷ്യം, അസൂയയും സ്വാർത്ഥതയും ഒക്കെ. അതിലേക്ക് പ്രണയം ചേർത്താൽ എല്ലാം കലങ്ങി മറിയും. ഓ ആയിക്കോട്ടെ. അല്ല, ഈ ആലോചനയൊക്കെ എന്നാ നടന്നത്? അമ്മച്ചി ഒന്നും പറഞ്ഞത് കേട്ടില്ലല്ലോ. ഞങ്ങൾ ജനിച്ചപ്പോഴേ തീരുമാനിച്ചതാടാ. സ്കൂളിലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ പ്രപ്പോസൽ കണ്ടുപിടിക്കുന്നത്. ഓ, എന്തായാലും അത് ക്ലിയർ ആയല്ലോ. എന്ത്? ഏയ്, ഞാൻ പോയി എൻ്റെ ജോലി നോക്കട്ടെ. ചെല്ല് ചെല്ല്. തുള്ളിച്ചാടി ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവനെ കണ്ട് ടീന് സംശയത്തോടെ ലാപ്പിലെ ഫോട്ടോയിലേക്ക് നോക്കി. നമ്മുടെ അനിയന് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ആൽബി. ചെക്കൻ വല്ല പണിയും ഒപ്പിക്കുന്നുണ്ടോ? അമ്മുവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ആൽബി. ഉച്ചയ്ക്ക് തുടങ്ങിയ അംഗമാണ്. വീടിന് തൊട്ടു മുന്നിലുള്ള റോഡിലായതുകൊണ്ട് കത്രീനാമയും സിസിലിയും എന്താകുമെന്ന് അറിയാനായി ഇരിപ്പുണ്ട്. എൻ്റെ അമ്മു, നിന്നോട് എത്രാമത്തെ തവണയാണ് ഞാൻ പറയുന്നത്? എടി, ആ ക്ലച്ചിൽ നിന്ന് കാലിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്നത് കൊണ്ടാ വണ്ടി ഓഫാകുന്നത്. അപ്പോൾ ബ്രേക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് എടുത്ത് നീ തലയിൽ വെക്ക്. കോപ്പ്. ഇച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ടല്ലേ എനിക്ക് പറ്റാത്തത്. ഓക്കെ, ഞാൻ ദേഷ്യപ്പെടില്ല. നീ സമാധാനമായിട്ട് വണ്ടിയെടുക്ക് എന്ന് അമ്മു കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതും വല്ലാത്തൊരു ശബ്ദം കാറിൽ നിന്ന് വരാൻ തുടങ്ങി. അവൾ പേടിച്ച് ആൽബിയെ നോക്കി. അവൻ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുന്നത് കണ്ടതും അവളുടെ ഉള്ള ധൈര്യവും കൂടി പോയി. ഇച്ച. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശക്തമായി പുറത്തേക്ക് വിട്ടിട്ട് അവൻ അമ്മുവിനെ നോക്കി. സ്റ്റിയറിംഗിൽ പിടിച്ച് അവളുടെ കൈകൾ വിറയാൽ കണ്ടതോടെ അവൻ ഒന്നടങ്ങി. നീ ഗിയർ മാറ്റിയൊന്ന് നോക്ക്. അബദ്ധം മനസ്സിലായതുപോലെ നാവ് കടിച്ചുകൊണ്ട് അവൾ ഗിയർ ചേഞ്ച് ചെയ്തു. ഇനി പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തുകൊണ്ട് ആക്സിലേറ്ററിൽ അമർത്ത്. അവൻ ഉദ്ദേശിച്ചത് അവൾക്ക് മനസ്സിലായെങ്കിലും ആക്സിലേറ്ററിലുള്ള ചവിട്ട് കുറച്ച് കൂടിപ്പോയി. കാർ ഒരു മുരൾച്ചയോടെ മുന്നിലേക്ക് കുതിച്ചു. ബ്രേക്ക്. ആൽബി അലറിയതും അമ്മു എങ്ങനെയൊക്കെയോ ബ്രേക്ക് ചെയ്തു. കണ്ണടിച്ച് ശില പോലെ സീറ്റിലിരിക്കുന്നവളെ കണ്ടതും ആൽബിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇത്രയ്ക്ക് പൊട്ടിയാണോടി നീ? കൊച്ചു പിള്ളേര് ഇതിനും നന്നായിട്ട് വണ്ടി ഓടിക്കുമല്ലോ. ഒരു സാമാന്യ ബുദ്ധി മതി നിനക്കിതിനൊക്കെ. പറഞ്ഞു മനുഷ്യന്റെ ഊപ്പാടിളക്കി. ഏത് നേരത്താണോ എന്തോ എനിക്ക് സാഹസത്തിന് ഇറങ്ങാൻ തോന്നിയത്. അല്ല, ഞാൻ അറിഞ്ഞോ കൂടെയുള്ളത് ഒരു മന്ദബുദ്ധിയാണെന്ന്. അവൻ നിർത്തുന്ന ലക്ഷ്യമില്ലെന്ന് കണ്ടതും അമ്മുവും പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. എന്നെ വിളിച്ചോണ്ട് വരുമ്പോൾ ഇച്ചൻ അറിയില്ലായിരുന്നോ എനിക്കിതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന്? അല്ലെങ്കിലും പഠിപ്പിക്കാൻ അറിയുന്നവർ പറഞ്ഞു തരണം. ഡോറും വലിച്ചടച്ച് പോകുന്നവളെ നോക്കി ആൽബി കണ്ണും പിഴിച്ച് കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു. മുഖം വീർപ്പിച്ചു വരുന്ന അമ്മുവിനെ കണ്ട് കത്രീനാമയും സിസിലിയും ചിരിയടക്കാൻ പറ്റിയില്ല. അവളിത് പ്രതീക്ഷിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് പഠിച്ചു തീർന്നോ? എന്ത് സ്വഭാവമാ അമ്മച്ചി ഇച്ചന്റെ? എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വല്ല വണ്ടിക്കും അടവെച്ച് ഇവൾ എന്നെ കൊന്നേനെ. കാർ ലോക്ക് ചെയ്തു വന്ന ആൽബിയുടെ മുഖത്ത് അപ്പോഴും ദേഷ്യം നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ടീനിയും ജെറിയും ഓഫീസിൽ നിന്ന് എത്തിയത്. എല്ലാവരും കൂടി റോഡിൽ നിൽക്കുന്നത് കണ്ട് അവർ കാര്യം അന്വേഷിച്ചു. വള്ളിപുള്ളി വിടാതെ ആൽബി തന്നെ അമ്മുവിന്റെ ഡ്രൈവിംഗ് അപാരത വിവരിച്ചു കൊടുത്തു. മതി, ആദ്യമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഏതൊരാളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതിന് എൻ്റെ അമ്മൂസിനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. ഇച്ചൻ്റെ സംസാരം കേട്ടാൽ തോന്നും ഈ ലോകത്ത് എല്ലാവരും കാർ റേസിന് പോകുന്നവരാണെന്ന്. റേസിന് പോയിട്ടില്ലെങ്കിലും റോഡിൽ കിടന്ന് ഇതുപോലെ ആരും സർക്കസ് കളിക്കില്ല. എനിക്ക് കാർ ഓടിച്ച് എങ്ങും പോകണ്ട. അല്ലെങ്കിൽ ടീനു ചേച്ചി പഠിപ്പിച്ചാൽ മതി എന്നെ. അത് ശരിയാവില്ല അമ്മു. എന്തൊക്കെ പറഞ്ഞാലും ഈ ആൺപിള്ളേർക്ക് ഇതിൻ്റെ കുറെ ട്രിക്സ് അറിയാം. അതുകൊണ്ട് അവന്മാർ പഠിപ്പിക്കുന്നതാ നല്ലത്. എന്ന് ജെറി പഠിപ്പിച്ചാൽ മതി. അമ്മു അത് പറഞ്ഞതും ജെറി ഞെട്ടി ആൽബിയെ ഒന്ന് നോക്കി. അവൻ കൈമലർത്തിയതോടെ ജെറി അമ്മുവിൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നു. എൻ്റെ പൊന്നു മോളെ, ഇച്ചായനെ കൊണ്ട് പോലും നടക്കാത്ത കാര്യം ഏറ്റെടുക്കാൻ എനിക്ക് ധൈര്യമില്ല. നിന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടാക്കാം. അവനും തന്നെ കളിയാക്കുവാണെന്ന് തോന്നിയതും അമ്മ പരിഭവത്തോടെ ചുണ്ടുകൂർപ്പിച്ച് എല്ലാവരെയും നോക്കി. എന്നിട്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. കണ്ടുനിന്ന എല്ലാവരിലും അതൊരു പൊട്ടിച്ചിരിയിലേക്ക് കാരണമായി.
ദിനങ്ങൾ അതിവേഗം കൊഴിഞ്ഞുകൊണ്ടിരുന്നു. നല്ല മാർക്കോടെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ദേവു MSc ജോയിൻ ചെയ്തു. അമ്മുവിനെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടാക്കി അവിടുത്തെ ആളുകളെ അടുത്ത് അവൾ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് മനസ്സിലായതോടെ ആൽബി തന്നെ അവിടുത്തെ കാറിൽ പഠിപ്പിക്കാൻ തുടങ്ങി. കാറിന്റെ കൺട്രോൾ അവന്റെ കയ്യിലായതുകൊണ്ട് അവൾക്ക് പേടിയില്ലാതെ ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നാണ് ചിക്കുവിന്റെ 6ാം ചരമവാർഷികം. എല്ലാവരും കിച്ചന്റെ വീട്ടിൽ പോകാൻ റെഡിയായി. അപ്പോഴാണ് ജെറി താഴേക്ക് വന്നിട്ടില്ലെന്ന് ആൽബി ശ്രദ്ധിച്ചത്. അവൻ ചെന്ന് നോക്കുമ്പോൾ ജെറി ബെഡിൽ കിടക്കുകയായിരുന്നു. മോനെ, നീ റെഡിയായില്ലേ? ഇല്ല, നിങ്ങൾ പൊക്കോ. എല്ലാ വർഷവും നീ ഇങ്ങനെ പറയുകയും ചെയ്യും, ഞാൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് വാശി പിടിക്കാതെ നീ വാ. അവൻ ആൽബിയെ ഒന്ന് നോക്കിയിട്ട് നിസ്സഹായതയോടെ ബാത്റൂമിലേക്ക് നടന്നു. ആ പോക്ക് കണ്ട് ആൽബിയുടെ കണ്ണിൽ പൊടിഞ്ഞ നീർത്തുള്ളി അവൻ തുടച്ചു മാറ്റി. ആൽബിയോ അമ്മച്ചിയോ അമ്മുവും ജെറിയും ഒരു കാറിലും ടീനയും പപ്പയും അമ്മിയും അവരുടെ വണ്ടിയിലുമാണ് കിച്ചന്റെ വീട്ടിലെത്തിയത്. എല്ലാവരും മൗനത്തെ കൂട്ടുപിടിച്ചിരുന്നു. ചിക്കു ഇപ്പോഴും അവർക്കുള്ളിൽ ജീവിക്കുന്നത് അമ്മു നേരിട്ട് കാണുകയായിരുന്നു. ഹാളിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ചിക്കുവിന്റെ ആ വലിയ ഫോട്ടോയിൽ നോക്കി അമ്മു നിന്നു. എന്താ അമ്മു, ഇഷ്ടമായോ എൻ്റെ ചിക്കുവിനെ? അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ദേവു വരില്ലേ ഏട്ടാ? ഇല്ല മോളെ, കല്യാണത്തിന് മുൻപ് പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അവളുടെ അമ്മയെ വിളിച്ചിരുന്നു. ചിലപ്പോഴേ വരൂ എന്ന് പറഞ്ഞു. അത് നന്നായി. അമ്മായി വന്ന് എന്നെ കണ്ട ചിലപ്പോൾ ഇവിടെ വെച്ച് അമ്മായി എന്തെങ്കിലുമൊക്കെ പറയും. അതിനവൻ ചിരിച്ചതേ ഉള്ളൂ. ചില ബന്ധുക്കൾ വന്നപ്പോൾ കിച്ചൻ അവരുടെ അടുത്തേക്ക് പോയി. അമ്മ ടീനയുടെയും ആൽബിയുടെയും അടുത്ത് വന്നിരുന്ന് ജെറിയുടെ കയ്യിൽ ആൽബി മുറുക്കെ പിടിച്ചിരിക്കുന്നത് അമ്മു കണ്ടു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ അവൾക്ക് പറ്റിയില്ല. ഊണ് കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് ജെറി വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റത്. കുറച്ചു കഴിഞ്ഞ് പോകാം ജെറി. ഇല്ല ഇച്ചായ, നിങ്ങളിരുന്നോ, എനിക്ക് കുറച്ച് പണിയുണ്ടവിടെ. ഞാൻ അറിയാത്ത എന്തു പണി? അവൻ പൊയ്ക്കോട്ടെ ടീനു. ആൽബിയുടെ സമ്മതം കിട്ടിയതും ജെറി ഇറങ്ങി. അവനെ കൊണ്ടാക്കാനായി ആൽബിയും. ഇച്ച, ഞാനും കൂടി വന്നോട്ടെ? അമ്മച്ചിയും ടീനയും ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അതല്ല ഇച്ച, എനിക്ക് തലവേദന പോലെ. ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം. വാ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മുവും ഇറങ്ങി. അമ്മുവിനെയും ചെറിയെയും വീട്ടിലിറക്കിയിട്ട് ആൽബി തിരികെ പോയി. അമ്മു ഡ്രസ്സ് മാറി കുറച്ചു നേരമൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അഥവാ താൻ എഴുന്നേൽക്കാൻ താമസിച്ചാൽ വിളിക്കണമെന്ന് പറയാനായിട്ട് അവൾ ജെറിയുടെ മുറിയിലേക്ക് ചെന്നു. കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുകയായിരുന്നു അവൻ. ജെറി, ആ പറ അമ്മു, എന്താ? പെട്ടെന്ന് അവൻ കൈമാറ്റിയപ്പോഴാണ് ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ കണ്ടത്. നീ കരയുവാണോ ജെറി? അയ്യേ അല്ല, എന്തോ പൊടി വീണതാ. അവൻ കണ്ണു തുടച്ചുകൊണ്ട് കട്ടിൽ ചമ്രമടിഞ്ഞിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനൊന്ന് കിടക്കുക. നീ 1 മണിക്കൂർ കഴിഞ്ഞൊന്ന് വിളിച്ചേക്കണേ. വല്ലാത്ത തലവേദന. അവിടെ ചെന്നപ്പോൾ ചിക്കുവിന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ. ഇത്രയും വർഷമായിട്ടും എല്ലാവരുടെയും ഉള്ളിൽ അവൾ നിറഞ്ഞു നിൽക്കുന്നു. ഭാഗ്യം ചെയ്ത കുട്ടിയായിരുന്നു. ചിക്കുവിനെ കുറിച്ച് വാചാനയായപ്പോഴാണ് ഒരു ഏങ്ങലടി അമ്മു കേട്ടത്. അവൾ നോക്കുമ്പോൾ 2 കൈകളാൽ മുഖം പൊത്തി പൊട്ടിക്കരയുന്ന ജെറിയെയാണ് അമ്മു കണ്ടത്. ജെറി, ഡാ, എന്താ പറ്റിയേ? എന്തിനിങ്ങനെ കരയുന്നേ? അവൾ അവന്റെ കൈ ബലമായി പിടിച്ചു മാറ്റി. കരച്ചിലടക്കാൻ പാടുപെടുന്നവനെ കണ്ട് അവൾ വല്ലാതെ പേടിച്ചുപോയി. ചിക്കു എന്നെ ഭാഗ്യം ചെയ്തവളാ. പക്ഷെ ഞാനോ ഒറ്റക്കാക്കി പോയപ്പോൾ അവൻ എന്നെ ഓർത്തോ? കണ്ണുനീർ ചാലിട്ടൊഴുകി, വാക്കുകൾ ഇടറി. കൈകൾ വല്ലാതെ വിറകൊള്ളുന്നത് കണ്ട് അമ്മു ആ കൈകളിൽ മുറുക്കെ പിടിച്ചു. എൻ്റെ പെണ്ണായിരുന്നു അമ്മു അവൾ. ആരും അറിയാതെ എൻ്റെ നെഞ്ചിൽ ഞാൻ കൊണ്ടു നടന്ന എൻ്റെ പെണ്ണ്. പക്ഷെ അവൾ അത് കണ്ടുപിടിച്ചിരുന്നു. ജെറി, നീ എന്തൊക്കെയാ പറയുന്നേ? ചിക്കു നിന്റെ കിച്ചൂട്ടായുടെ കൂടെ ആദ്യമായിട്ട് അവൾ ഈ വീട്ടിലേക്ക് വന്ന ദിവസം അന്ന് ഇച്ചായന് കൊടുത്ത മിഠായി ഞാൻ തട്ടിപ്പറിച്ചതിന് ആ 10 വയസ്സുകാരി എനിക്ക് തന്ന സമ്മാനമാ കഴുത്തിലെ ഈ പാട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ മങ്ങലേറ്റ ആ മുറിപ്പാടിലേക്ക് ജെറി നിർവികാരതയോടെ വിരലൊടിച്ചു. എന്നിട്ടുമെല്ലാം ചിരിച്ചു. തോറ്റുപോയവന്റെ ചിരി. അന്ന് തുടങ്ങിയ ശത്രുതയായിരുന്നു ഞങ്ങൾ തമ്മിൽ. നേരിൽ കണ്ടാൽ ഒരു വഴക്കുറപ്പാണ്. ഇച്ചായനും ടീനൂച്ചിയുമാണ് പിടിച്ചു മാറ്റുന്നത്. എന്നെ വാശി കയറ്റാൻ വേണ്ടി ഇവിടെ വരുമ്പോഴൊക്കെ അവൾ ഇച്ചായന്റെ കയ്യിൽ തൂങ്ങി നടക്കും. ടീനൂച്ചിയെ ഞാൻ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളെന്ന് മനസ്സിലായതും അവളും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ വഴക്കിട്ട് എപ്പോഴോ ആ ദേഷ്യത്തിൽ സ്നേഹം നിറഞ്ഞു. വളരും തോറും അവളോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. ക്രിസ്മസിന് അവൾ ഇവിടെ വരാൻ വേണ്ടി കാത്തിരിപ്പായി. അങ്ങനെ എൻ്റെ പ്രണയം അവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എപ്പോഴോ അവളും അത് മനസ്സിലാക്കി. പരസ്പരം അറിഞ്ഞിട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞില്ല. വാശി. ആദ്യം അവൾ പറയട്ടെ എന്ന് ഞാനും, ഞാൻ പറയട്ടെ എന്ന് അവളും. ഒടുവിൽ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു.
അവിടെ പെൺപിള്ളേരുമായിട്ട് ഞാൻ കൂട്ടുകൂടുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൈവിട്ടു പോകുമെന്ന് പേടി അവളിൽ നിറഞ്ഞെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ വാശി ഞാൻ കളഞ്ഞു. അവളോട് എൻ്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചു. അന്ന് ആ ദിവസം എൻ്റെ ഇഷ്ടം പറയാൻ ഞാൻ തിരഞ്ഞെടുത്ത ദിവസം. പ്രോഗ്രാം കഴിഞ്ഞ് സ്കൂളിൽ നിന്നാൽ മതി, ഞാൻ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തിനാകുമെന്ന്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടേക്ക് വന്നപ്പോൾ അവളെ കാണാൻ പോകുന്ന കാര്യം ഞാൻ മറന്നു. അല്ലെങ്കിൽ ഇഷ്ടം പിന്നീട് പറയാമെന്ന് കരുതി ഞാൻ അത് വിട്ടു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല അമ്മു, എൻ്റെ വാക്ക് വിശ്വസിച്ച് എൻ്റെ പെണ്ണ് എന്നെ കാത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന്. കുറേ സമയം കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി കിച്ചൂട്ടായി വന്നപ്പോഴാണ് അവൾ വീട്ടിലെത്തിയില്ലെന്ന് ഞാൻ അറിയുന്നത്. ബൈക്കെടുത്ത് സ്കൂളിലേക്കൊരു പാച്ചിലായിരുന്നു. പക്ഷേ ഒരല്പം വൈകിപ്പോയി. ചിക്കുനെ ഒരു കാറിടിച്ച് തെറിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത്. എങ്ങനെ അവൾ അടുത്തേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. കയ്യിൽ അവളെ കോരിയെടുക്കുമ്പോഴേ എൻ്റെ പെണ്ണ് എന്നെ ഒന്ന് നോക്കി. ഇന്നും പറയാതെ എന്നെ പറ്റിച്ചല്ലോ ചെറിച്ച എന്നവൾ ചിരിച്ചോണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനെ ഈ നെഞ്ചിലേക്ക് ചേർത്തതാ. ഈ ഇടനെഞ്ചിൽ നീ മാത്രമേ ഉള്ളെന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞതാ. പക്ഷേ അത് കേൾക്കാൻ അവൾ നിന്നില്ല, പോയി. ആ ചിരി മാത്രം ചുണ്ടിൽ ബാക്കിയാക്കി എൻ്റെ ഈ കയ്യിൽ കിടന്ന് എൻ്റെ പെണ്ണ് പോയി.